മുലപ്പാലിന്റെ പേരിൽ അശ്ലീല കമന്റിട്ട ജോർജ് ആണെന്ന തെറ്റിദ്ധാരണയിൽ യുവാവിന് നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണം. അരുവിക്കര സ്വദേശി വിശ്വസിനാണ് പണി കിട്ടിയത്. കണ്ണൂർ സ്വദേശി ജോർജിന് കിട്ടേണ്ടത് കിട്ടി എന്ന തലക്കെട്ടോടു കൂടിയാണ് അരുവിക്കര മൈലം സ്വദേശി വിശ്വാസിന്റെ ചിത്രം പ്രചരിക്കുന്നത്. എക്സിബിഷനും തെരുവോര കച്ചവടവും നടത്തുന്ന വിശ്വാസ് തന്റെ ചികിത്സക്ക് ധനസഹായം അഭ്യർത്ഥിച്ച് കേരള എക്സിബിഷൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ചിത്രമാണ് ആരോ തെറ്റായി പ്രചരിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചിത്രം പ്രചരിച്ചതോടെ വിശ്വാസിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് 2 ദിവസമായി നടക്കുന്നത്. കൈക്ക് ഗുരുതരമായ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിശ്വാസ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട അനാഥരായ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ സന്നദ്ധത അറിയിച്ചു പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ജോർജ് എന്ന വ്യക്തി അശ്ലീല സന്ദേശം കമന്റ് ചെയ്തിരുന്നു. ഇയാളുടെ ചിത്രം വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതിന് പിന്നാലെയാണ് വിശ്വാസ് കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് ആശുപത്രിയിൽ കിടക്കുന്ന ചിത്രം ഇതേ ഗ്രൂപ്പിൽ പങ്കുവച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജോർജ് പറയുന്നത് ഇങ്ങനെയാണ്: അറിയാത്ത കാര്യത്തിനാണ് എന്നെ അപമാനിക്കുന്നത്. ജൂലൈ 26-ന് നെയ്യാറ്റിൻകരയിൽ വെച്ചുണ്ടായ കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരാഴ്ചയായി ചികിത്സയിലാണ് ഞാൻ. ചികിത്സക്ക് ധനസഹായം നൽകുന്നതിനായി ഗ്രൂപ്പിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടത്. ആശുപത്രിയിൽ കിടക്കുന്ന ചിത്രം ശനിയാഴ്ച രാവിലെ 10:30 ഷെയർ ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞതും ഈ ഫോട്ടോ എടുത്ത് ജോർജിന് കിട്ടേണ്ടത് കിട്ടി എന്ന തലക്കെട്ടോടെ ആരോ പ്രചരിപ്പിച്ചു. രാത്രിയാണ് ഇക്കാര്യം അറിഞ്ഞത്. പിന്നീട് പേര് പറയാതെ ഫോട്ടോ മാത്രം വെച്ച് മോശമായ പ്രചരണം ഉണ്ടാകുകയായിരുന്നു. സുഹൃത്തുക്കളും ബന്ധുക്കളും നിരന്തരം ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ അത് കണ്ട് തെറ്റിദ്ധരിച്ചു മോശമായി സംസാരിച്ചു. ടെൻഷൻ കാരണം ഇന്നലെ മുതൽ ആഹാരവും മരുന്നും കഴിച്ചിട്ടില്ല. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തതിനാൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി പരാതി നൽകാൻ കഴിഞ്ഞില്ല. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ച് പരാതി അറിയിച്ചിട്ടുണ്ട്, വിശ്വാസ് പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബം രംഗത്തെത്തിയിരുന്നു. കുടുംബം മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് സോഷ്യൽ മീഡിയയിൽ സന്ദേശം അയച്ചതിനെ തുടർന്ന് നിരവധി പേർ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും അതേസമയം ചിലർ വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്തരം മോശമായി കമന്റ് ചെയ്തവരെ സോഷ്യൽ മീഡിയ പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് അവർക്കുള്ള മറുപടി നൽകുകയും നാണം കെടുത്തുകയും ചെയ്തിരുന്നു.